Today, we will be discussing about protein targeting or protein sorting. In the case of eukaryotic cells, the synthesis of protein takes place within the cytosol. The cytosol synthesized proteins are targeted to different organelles or sorted to different organelles like endoplasmic reticulum, peroxisome, nucleus, or within the cytosol itself. We have to sort these proteins into their specific targets like mitochondria, chloroplast, peroxisome, endoplasmic reticulum, nucleus, etc. A typical mammalian cell synthesized about 10,000 different proteins and a yeast cell about 5,000 different proteins. So all these proteins are not supposed to work on a specific location but on different sites, different locations. So targeting or sorting means placing these particular proteins in the location where they actually functions. ഇവിടെ നമ്മൾ നോക്കുന്നത് പല രീതിയിലാണ് പ്രോട്ടീൻ ടാർഗറ്റിംഗ് പോകുന്നത്. ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് വെസിക്കിൾ ബേസ്ഡ് ട്രാഫിക്കിംഗ് ആണ്. വെസിക്കിളിനകത്ത് പ്രോട്ടീനെ സോർട്ട് ചെയ്തുകൊണ്ടുള്ള പ്രോസസ്സ്. മറ്റൊരു പ്രോസസ്സാണ് സിഗ്നൽ ബേസ്ഡ് ടാർഗറ്റിംഗ്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ഡീൽ ചെയ്യുന്നത് സിഗ്നൽ ബേസ്ഡ് ടാർഗറ്റിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ സൈറ്റോസോളിൽ സിന്തസൈസ് ചെയ്യുന്ന പ്രോട്ടീൻസ്, സൈറ്റോസോളിൽ ഡെവലപ്പ് ചെയ്യുന്ന പ്രോട്ടീൻസ് നമുക്ക് അതിൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടുപോകണം. അവിടെയാണ് അത് ഫംഗ്ഷൻ ചെയ്യുന്നത്. ആ ഫംഗ്ഷൻ ചെയ്യുന്ന സൈറ്റിലേക്ക് ഈ പ്രോട്ടീൻസിനെ എത്തിക്കണമെങ്കിൽ we require some machineries to target these proteins to their respective sites. ആ സൈറ്റ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്ന സൈറ്റ് പക്ഷേ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മെംബ്രെയിൻ ആവാം, അതിൻ്റെ ലൂമൻ ആവാം, ഗോൾഗൈ ആവാം, അതല്ലെങ്കിൽ ലൈസോസോം ആവാം, പ്ലാസ്മ മെംബ്രെയിനിൻ്റെ സർഫസിലാവാം, അല്ലെങ്കിൽ ഓർഗനൽസ് ആയിട്ടുള്ള മൈറ്റോകോൺട്രിയയിലോ ക്ലോറോപ്ലാസ്റ്റിലാവാം, പെറോക്സോമിലാവാം, അല്ലെങ്കിൽ ന്യൂക്ലിയസ് അകത്ത് തന്നെ ആവാം. അപ്പോൾ ഇത്തരം പ്രോട്ടീൻസിനെ പല പല സ്ഥലത്തേക്ക് കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നത്. So this is the overall pathway of protein targeting. Protein targeting the overall pathway ആണ് ഇവിടെ depict ചെയ്തിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും the ribosomes are actively involved in synthesizing proteins. They are actively involved in synthesizing peptides. They are synthesizing different peptides. So all these peptides are not supposed to go or work within the cytosol itself. ഇവരെല്ലാം സൈറ്റോസോളിൽ തന്നെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർക്കൊക്കെ ഓരോ ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. Certain proteins we have to target proteins into nucleus. We have to target proteins into nucleus. Certain proteins we have to target into peroxisome. Certain proteins into chloroplast. Some other into mitochondria. Then certain other group are secreted. We have secretory pathway. Among this protein targeting cycle, we divide one part in which the cytosolic proteins are targeted to different organelles like nucleus, peroxisome, chloroplast or mitochondria. In the second part, we will be discussing the secretory pathway. Secretory pathway in which endoplasmic reticulum followed by Golgi complex, then to lysosome, also to plasma membrane. അപ്പോൾ രണ്ട് രീതിയിലാണ് നമ്മൾ ക്ലാസ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. രണ്ട് രീതിയിലാണ് നമ്മൾ ഇതിനെ ഡീറ്റെയിൽ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് നമുക്ക് ഈ സെക്രട്ടറി പാത്ത് ഡീൽ ചെയ്യാം. രണ്ടാമത്തേൽ നമുക്ക് ഡിഫറെൻറ്റ് ഓർഗൻസിലേക്ക് എങ്ങനെ ഇത് കൊണ്ടുപോകുന്നു നോക്കാം. ഡിവൈഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു ക്ലാസ് നമ്മൾ ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണ് ന്യൂക്ലിയസിനകത്തേക്ക്, അതുപോലെ പെറോക്സോമിനകത്തേക്ക്, അതുപോലെ ക്ലോറോപ്ലാസ്റ്റിനകത്തേക്ക്, മൈറ്റോകോൺട്രിയകത്തേക്ക് ഇവരെ ടാർഗറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ ഡീൽ ചെയ്യുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇൻവോൾവ് സെക്രട്ടറി പാത്വേ. രണ്ടാമത്തെ പാത്വേ എന്ന് പറയുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇൻവോൾവ് സെക്രട്ടറി പാത്വേ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് പാത്വേയിലാണ് നമ്മൾ പ്രോട്ടീനെ ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, നോക്കൂ. ഇനി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലേക്ക് ടാർഗറ്റ് ചെയ്യുന്ന പ്രോട്ടീൻ ആണെങ്കിൽ റൈബോസോംസ് ട്രാൻസ്ലേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയുള്ള റൈബോസോം ആ ടാർഗറ്റ് ടു ദി സർഫസ് ഓഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആൻഡ് ഇറ്റ് ബിക്കംസ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതെങ്ങനെയാണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആവുന്നത്? നമ്മൾ റഫ് എന്ന് പറയാൻ കാരണം ആ സർഫസ് അനുസരിച്ചിട്ടാണ്, അല്ലേ? ആ സർഫസ് റഫ് ആവാൻ കാരണം പ്രസൻസ് ഓഫ് മെനി റൈബോസോം ഓൺ ദി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മെംബ്രെയിൻ. മെംബ്രെയിൻ്റെ മുകളിൽ പല റൈബോസോം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അതിനെ റഫ് എന്നുള്ള അപ്പിയറൻസ് നമ്മൾ ഡീറ്റെയിൽ ചെയ്യുന്നത്. സോ ribosomes translating within the cytosol are targeted to the membrane of endoplasmic reticulum. Are targeted through specific signal sequence. ചില സിഗ്നൽ സീക്വൻസ് അനുസരിച്ചാണ് അവരെ ടാർഗറ്റ് ചെയ്യുന്നത്. ആൻഡ് the proteins synthesized are directly forwarded into the lumen of endoplasmic reticulum. ഈ പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്ത് ഇതിന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ലൂമനിലേക്കാണ്. പല പ്രോട്ടീൻസും, ചില പ്രോട്ടീൻസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മെംബ്രെയിനിൽ തന്നെ നിൽക്കും. മെംബ്രെയിനിൽ ഫംഗ്ഷൻ ചെയ്യുന്ന പ്രോട്ടീൻസ്. അതല്ലാതെയുള്ള പ്രോട്ടീൻസ് എല്ലാം ലൂമനിലേക്കായിരിക്കും ഇതിനെ പ്ലേസ് ചെയ്യുക. ഈ ലൂമനിലെത്തിയ സാധനം അവിടെ നിന്ന് വെസിക്കിൾ ഫോം ചെയ്ത് ഇറ്റ് ബിക്കംസ് ഗോൾജി കോംപ്ലക്സ് ഫോം ചെയ്യും. ഈ ഗോൾജയിലൂടെ കടന്നുകൊണ്ട് എന്ത് ചെയ്യും? അവിടുന്ന് ഗോൾജയിന്ന് എൻഡോസോം ലൈസോമിലേക്ക് എത്താം.
അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിനിലേക്ക് എത്താം. ലൈസോസോമിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ ത്രൂ എൻഡോസോം, ലൈസോസോം. ലൈസോസോമിൽ രണ്ട് രീതിയിലേക്ക് എത്താം. ഒന്ന്, ലൈസോസോമിനകത്ത് ലോ pH ഫംഗ്ഷൻ ചെയ്യുന്ന എൻസൈംസ്, അത് ലൈസോസോമിന്റെ സൊല്യൂബിൾ പാർട്ടിൽ, വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള എൻസൈം, സൊല്യൂബിൾ പാർട്ടിൽ ഫംഗ്ഷൻ ചെയ്യുന്ന എൻസൈം. അതല്ലെങ്കിൽ ലൈസോസോമിന്റെ മെംബ്രെയിനിൽ ഫംഗ്ഷൻ ചെയ്യുന്ന എൻസൈം. അപ്പോൾ മെംബ്രെയിനിൽ പ്ലേസ് ചെയ്യേണ്ട എൻസൈമും ലൈസോമിനകത്ത് ഫംഗ്ഷൻ ചെയ്യുന്ന എൻസൈമും ലൈസോസോമിനകത്ത് ഡീഗ്രേഡ് ചെയ്യപ്പെടുന്ന എൻസൈമും ഈ വഴിക്ക് പോകാം. എൻഡോസോം വഴി ഡീഗ്രേഡ് ചെയ്യേണ്ട എൻസൈമും ഈ വഴിക്ക് പാസ് ചെയ്യാം. അപ്പോൾ ലൈസോസോമിനകത്ത് ഫംഗ്ഷൻ ചെയ്യുന്ന എൻസൈം, ലൈസോമിന് മെംബ്രെയിനിൽ ഫംഗ്ഷൻ ചെയ്യുന്ന എൻസൈം, ഇത്തരത്തിലുള്ള എൻസൈം എല്ലാം ടാർഗറ്റ് ചെയ്യുന്നത് ത്രൂ സെക്രീറ്ററി പാത്വേ. വേറെ ചില പ്രോട്ടീൻസ് പ്ലാസ്മ മെംബ്രെയിനിൽ ഫംഗ്ഷൻ ചെയ്യുന്നത്, അതല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ പുറത്തേക്ക് പറഞ്ഞേക്കേണ്ട പ്രോട്ടീൻസ്, പ്ലാസ്മ മെംബ്രെയിന് സെക്രീറ്റ് ചെയ്യേണ്ട പ്രോട്ടീൻസ് ഓൾസോ പാസ് ത്രൂ ദി സെക്രീറ്ററി പാത്വേ. അത് മൂവ് ചെയ്യുന്നത് ഈ സെക്രീറ്ററി പാത്വേയിലൂടെ ആയിരിക്കും. മനസ്സിലാവൂ? Then the next pathway in which the proteins are targeted to different organelles. Cytosolic synthesize ചെയ്യുന്ന പ്രോട്ടീൻസിനെ നോക്കൂ, ടാർഗറ്റ് സീക്വൻസ്. വി ഹാവ് ദിസ് ടാർഗറ്റ് സീക്വൻസ്. ഈ ടാർഗറ്റ് സീക്വൻസ് വെച്ച് ഇവരെ ന്യൂക്ലിയസിലേക്ക് ടാർഗറ്റ് ചെയ്യാം. ന്യൂക്ലിയസ് ടാർഗറ്റിംഗ് സീക്വൻസ് ആണ് പ്രസന്റ് എങ്കിൽ ദീസ് പ്രോട്ടീൻസ് ആർ ടാർഗറ്റഡ് ടു ന്യൂക്ലിയസ്. ഇനി അതല്ല പെറോക്സോം ടാർഗറ്റ് ആണ് ഇവർക്ക് പ്രസന്റ് ആയെങ്കിൽ പെറോക്സോമിലേക്ക് ടാർഗറ്റ് ചെയ്യേണ്ട സിഗ്നലാണ് ഇവരുടെ കയ്യിൽ പ്രസന്റ് എങ്കിൽ അവർ പെറോക്സോമിലേക്ക് ടാർഗറ്റ് ചെയ്യപ്പെടുന്നു. ഇനി അതല്ല ക്ലോറോപ്ലാസ്റ്റിലേക്ക് ടാർഗറ്റ് ചെയ്യേണ്ട സിഗ്നലാണ് പ്രസന്റ് എങ്കിൽ അവരെ ക്ലോറോപ്ലാസ്റ്റിലേക്ക് ടാർഗറ്റ് ചെയ്യപ്പെടുന്നു. അതല്ല സൈറ്റോസോളിൽ തന്നെ നിൽക്കാനാണ് അവരുടെ സിഗ്നൽ എന്ന് പറയുന്നതെങ്കിൽ ദേ ഫംഗ്ഷൻ വിത്തിൻ ദി സൈറ്റോസോൾ. ഇങ്ങനെയാണ് രണ്ട് രീതിയിൽ പ്രോട്ടീൻ്റെ സോർട്ടിങ് നടക്കുന്നത്. ഒന്ന് സെക്രീറ്ററി പാത്വേ, അതർ വൺ സോർട്ടിങ് ടു ഡിഫറെന്റ് ഓർഗാൻസ്. As mentioned in the lecture, a hydrophobic N-terminal signal sequence helps the process of translocation or helps target these nascent proteins into the lumen of endoplasmic reticulum. This particular signal sequence helps this whole ribosome to target to the membrane of endoplasmic reticulum and immerse this particular peptide into the lumen of endoplasmic reticulum. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനകത്തേക്ക് പോയിട്ട് വേണം പല പ്രോട്ടീൻസിനും അതിൻ്റെ ടാർഗറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. മെംബ്രെയിൻ പ്രോട്ടീൻസ്, പ്ലാസ്മ മെംബ്രെയിൻ പ്രോട്ടീൻസ് ആയാലും, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മെംബ്രെയിൻ പ്രോട്ടീൻസ് ആയാലും, ഗോൾഗൈ മെംബ്രെയിൻ പ്രോട്ടീൻസ് ആയാലും, അതുപോലെ ലൈസോസോമൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് ആയാലും, ഇനി ലൂമനിൽ വർക്ക് ചെയ്യുന്ന എൻസൈംസ്, പല എൻസൈംസിനും, അതായത് ലൈസോസോമിനകത്ത് ഫംഗ്ഷൻ ചെയ്യുന്ന എൻസൈംസ്, ലോ pH ഫംഗ്ഷൻ ചെയ്യുന്ന എൻസൈംസ്, ഇങ്ങനെയുള്ള എല്ലാ പ്രോട്ടീൻസിനും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനകത്തേക്ക് പോയതിനു ശേഷം അതിൻ്റെ നെയ്സൻ കൺഫർമേഷനിലേക്ക് മാറിയതിന് ശേഷം മാത്രമേ അവിടെ നിന്നാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനകത്തു നിന്നാണ് ഇവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പല ലൊക്കേഷൻസിലേക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് സൈറ്റോസോളിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രോട്ടീൻ, സൈറ്റോസോളിൽ ഫ്രീ റൈബോസോമിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രോട്ടീൻ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനകത്തേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അവിടെ നമ്മുടെ ആൻസർ കിട്ടി, N-terminal signal sequence, N-terminal hydrophobic signal sequence target this particular protein or the machinery, synthesizing machinery onto the membrane of endoplasmic reticulum. ഈ N-terminal signal sequence ആണ് പറയുന്നത് ഈ പ്രോട്ടീൻ, അതായത് ഈ പുറത്തു വരുന്ന പ്രോട്ടീൻ, റൈബോസോമിൽ നിന്ന് പുറത്തു വരുന്ന പ്രോട്ടീൻ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനകത്തേക്കാണ് പോകേണ്ടതെന്ന് സിഗ്നൽ കൊടുക്കുന്നത് ഈ പെർട്ടിക്കുലർ N-terminal റീജിയൻ ആണ്. പ്രോട്ടീനിന് ആദ്യം വരുന്ന പുറത്തേക്ക് വരുന്ന അമിനോ ടെർമിനൽ റീജിയൻ ആണ് ഈ പെർട്ടിക്കുലർ റൈബോസോമിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പ്രോട്ടീൻ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനകത്തേക്കാണ് പോകേണ്ടതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന് സിഗ്നൽ കൊടുക്കുന്നത് ദിസ് N-terminal സീക്വൻസ് ആണ്. സോ ദിസ് N-terminal സീക്വൻസ് ഹെൽപ്സ് ഇമ്പോർട്ട് this particular protein into the lumen of endoplasmic reticulum. For that the region or the whole ribosome complex must be transported to the membrane. മെംബ്രെയിൻ്റെ മുകളിലേക്ക് മൊത്തത്തിലുള്ള ഈ കോംപ്ലക്സ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടണം. എന്നാൽ മാത്രമേ ഈ പ്രോട്ടീനെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനകത്തേക്ക് പോകാൻ പറ്റുള്ളൂ. സോ secretory proteins are targeted using N-terminal signal sequence. It contains approximately 16 to 30 residues. N-terminal signal sequence ആണ് ഈ സെക്രീറ്ററി പ്രോട്ടീൻസ്, അതായത് വേറെ പല സ്ഥലങ്ങളിലേക്കും ടാർഗറ്റ് ചെയ്യേണ്ട പ്രോട്ടീൻസിന് ആദ്യമായിട്ട് ER-നകത്തേക്ക് പോകണമെന്ന് സിഗ്നൽ കൊടുക്കുന്നത് ദിസ് പെർട്ടിക്കുലർ സീക്വൻസ് ആണ്. ഇറ്റ് കണ്ടെയ്ൻസ് എ കോർ ഓഫ് 6 to 12 നമ്പേഴ്സ് ഓഫ് ഹൈഡ്രോഫോബിക് അമിനോ ആസിഡ്സ്. ഹൈഡ്രോഫോബിക് അമിനോ ആസിഡിൻ്റെ ഒരു കോർ ഉണ്ട് അസോസിയേറ്റഡ് വിത്ത് 2 or 3 പോസിറ്റീവ്ലി ചാർജ്ഡ് അമിനോ ആസിഡ്സ്. 2 or 3 പോസിറ്റീവ്ലി ചാർജ് അമിനോ ആസിഡ് കാണാം. പക്ഷേ ഇതിൻ്റെ കോർ, ഈ സിഗ്നൽ സീക്വൻസിൻ്റെ കോർ എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് 6 to 12
അമിനോ ആസിഡ് റെസിഡ്യൂസ് വിച്ച് ആർ ഹൈഡ്രോഫോബിക് ഇൻ നേച്ചർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സിഗ്നൽ സീക്വൻസിൽ കാണുന്ന ഏതെങ്കിലും ഹൈഡ്രോഫോബിക് റെസിഡ്യൂസ് മ്യൂട്ടേറ്റഡ് ആവുകയാണെങ്കിൽ ദിസ് പെർട്ടിക്കുലർ പെപ്റ്റൈഡ് ഓർ പ്രോട്ടീൻ വുഡ് നോട്ട് ഗെറ്റ് ഇൻസേർട്ടഡ് ഇൻ ടു ദി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ല്യൂമൻ. അപ്പോൾ അങ്ങനെ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടീൻ വരികയാണെങ്കിൽ ആ പ്രോട്ടീൻ ERനകത്തേക്ക് പോകുന്നതിന് പകരം അത് സൈറ്റോസോളിൽ തന്നെ കിടക്കാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. സോ ദിസ് സിഗ്നൽ, ദ എൻ ടെർമിനൽ ഹൈഡ്രോഫോബിക് കോർ സിഗ്നൽ ടാർഗറ്റ്സ് ദിസ് സെക്രീറ്ററി പ്രോട്ടീൻ ഇൻ ടു ദി lumen of endoplasmic reticulum or initially to the membrane of endoplasmic reticulum. ഇനി എങ്ങനെയാണ് ഒരു സിഗ്നൽ സീക്വൻസിന് മാത്രം ഈ ടാർഗറ്റിംഗ് പോസിബിൾ ആവണമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. There comes another protein called as signal recognition particle SRP and its receptor SRP. This is SRP and this is SRP receptor. So signal sequence മാത്രം ഉണ്ടായ പോരാ, it requires additional protein. എപ്പോഴും ഒരു പ്രോട്ടീൻ കൊണ്ടൊന്നും മാത്രം സെല്ലിനകത്ത് കാര്യങ്ങൾ നടക്കില്ല. ഇറ്റ് റിക്വയർസ് അഡീഷണൽ ഫാക്ടേഴ്സിൻ്റെ സഹായമില്ലാതെ കാര്യങ്ങൾ നടക്കില്ല. ഇവിടെ ആവശ്യമുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ സിഗ്നൽ സീക്വൻസ് ആണ്. ഈ സിഗ്നൽ സീക്വൻസ് വന്നാൽ മാത്രമേ ഈ സിഗ്നൽ സീക്വൻസ് പുറത്ത് വന്നാൽ മാത്രമേ ഈ സിഗ്നൽ സീക്വൻസ് റെക്കഗ്നൈസ് ചെയ്യുന്ന പ്രോട്ടീൻസിനെ അവരെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സിഗ്നൽ റെക്കഗ്നിഷൻ പാർട്ടിക്കിൾ SRP ഈ സിഗ്നൽ പുറത്തേക്ക് വരികയാണ്. സൈറ്റോസോളിക് റൈബോസോമിൽ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് വരുന്ന പെപ്റ്റൈഡിൻ്റെ എൻ ടെർമിനലിലെ സിഗ്നൽ SRP recognizes and SRP binds to the large ribosomal subunit and along with the signal also to the signal sequence. സിഗ്നൽ സീക്വൻസിലേക്കും ബൈൻഡ് ചെയ്യുന്നുണ്ട്, ലാർജ് റൈബോസോമൽ സബ് യൂണിറ്റിലേക്കും ബൈൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ബ്രിങ്സ് ദിസ് കോംപ്ലക്സ് ടു ദി നിയർ ഈ പെർട്ടിക്കുലർ ചാനൽ കാൾഡ് ആസ് ട്രാൻസ്ലക്കോൺ ചാനൽ. ഇവിടെ കാണുന്നത് നോക്കൂ, ഒരു പെർട്ടിക്കുലർ ചാനലിനൊരു പേരുണ്ട്, ട്രാൻസ്ലക്കോൺ ചാനൽ. ഈ ചാനലിനകത്തൂടെ ആയിരിക്കും നമ്മളുടെ ഈ പറഞ്ഞ പെപ്റ്റൈഡ് അകത്തേക്ക് പോകുന്നത്. ജനറൽ കണ്ടീഷൻ ട്രാൻസ്ലക്കോൺ ചാനൽ ഈസ് ക്ലോസ്ഡ്. ജനറൽ കണ്ടീഷനിൽ ട്രാൻസ്ലക്കോൺ ചാനൽ ക്ലോസ്ഡ് കണ്ടീഷനിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ക്ലോസ്ഡ് കൺഫർമേഷനിലാണ് ഇരിക്കുന്നത്. SRP പോയിട്ട് ഈ സിഗ്നൽ വരുന്ന സമയത്ത് സിഗ്നലിലും ബൈൻഡ് ചെയ്യും. ഈക്വലി ദേ ബൈൻഡ്സ് ടു ദി ലാർജ് റൈബോസോമൽ സബ് യൂണിറ്റ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്മോൾ റൈബോസോമൽ സബ് യൂണിറ്റ് അവർക്ക് ചോദിക്കാം. അവിടെ ഒരു പ്രോബിലിറ്റി ഉണ്ട്. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് സ്മോൾ റൈബോസോമൽ സബ് യൂണിറ്റ് എന്ന് ചോദിക്കാം. പക്ഷേ ബൈൻഡ്സ് ടു ലാർജ് റൈബോസോമൽ സബ് യൂണിറ്റ് ആൾസോ ടു ദി signal sequence and brings this whole complex to the membrane near the translocon channel. Translocon channel അടുത്തേക്ക് കൊണ്ടുവരുന്നു. And this SRP binds to its receptor, SRP receptor, signal recognition particle receptor. And this after binding to SRP receptor, both this receptor as well as SRP binds to GTP. GTP ബൈൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോസസ്സിൻ്റെ കംപ്ലീഷൻ. പലപ്പോഴും GTPയുടെ ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നത് കൃത്യമാണ് പ്രോസസ്സ് എന്നുള്ള അനലൈസ് ചെയ്യുന്നൊരു മെക്കാനിസമാണ് GTP ഹൈഡ്രോളിസിസ് നടക്കുന്നത്. പല സെല്ലുലാർ പ്രോസസ്സിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ GTP ബൈൻഡ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റേജിൽ വരുന്നത് ഈ ബൈൻഡിങ് കൃത്യമാണെങ്കിൽ ട്രാൻസ്ലക്കോൺ ചാനൽ ഓപ്പൺസ്. SRP റിസപ്റ്റർ ബൈൻഡിങ് കൃത്യമാണെങ്കിൽ GTP വന്ന് ബൈൻഡ് ചെയ്യുന്നു. SRPയിലും SRP റിസപ്റ്ററിലും ലീഡ്സ് ടു ദി ഓപ്പണിംഗ് ഓഫ് ട്രാൻസ്ലക്കോൺ ചാനൽ. ദിസ് പെർട്ടിക്കുലർ പ്രോട്ടീൻ കോംപ്ലക്സ് ട്രാൻസ്ഫർ ദിസ് എൻ ടെർമിനൽ സീക്വൻസ് ഇൻസൈഡ് ദി ട്രാൻസ്ലക്കോൺ ചാനൽ. ഇവർ ഈ പെപ്റ്റൈഡിനെ എടുത്ത് ട്രാൻസ്ലക്കോൺ ചാനലിനകത്തേക്ക് അങ്ങ് വയ്ക്കും. എന്നിട്ട് എന്താവും, ഈ ട്രാൻസ്ലക്കോൺ പിന്നെ ഈ ട്രാൻസ്ലേഷൻ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ വേണേ. ട്രാൻസ്ലേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന റൈബോസോമിനെയാണ് കൊണ്ട് ഇവിടെ പ്ലേസ് ചെയ്യുന്നത്. ആ പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥാനത്തു നിന്നാണ് ഈ പറഞ്ഞതുപോലെ ട്രാൻസ്ലക്കോണിനകത്തേക്ക് ചാനലിനകത്തേക്ക് പെപ്റ്റൈഡ് സീക്വൻസ് പതിയെ പോകുന്നത്. അങ്ങനെ പെപ്റ്റൈഡ് സീക്വൻസ് താഴത്തേക്ക് വരുന്ന സമയത്ത് ഇനി ഈ താഴത്തേക്ക് പോകുന്ന മൂവ്മെൻറ്റ് കൃത്യമാണെങ്കിൽ ട്രാൻസ്ലക്കോൺ ചാനൽ കൃത്യമായി ഓപ്പൺ ചെയ്തു, അതിനകത്തേക്ക് പെപ്റ്റൈഡ് കൃത്യമായി മൂവ്മെൻറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഇറ്റ് ലീഡ്സ് ടു ദി ഹൈഡ്രോളിസിസ് ഓഫ് GTP. ഈ SRPയും SRP റിസപ്റ്ററും ഡിറ്റാച്ച്ഡ് ആവും. ഈ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള SRP റിസപ്റ്റർ ഹൈഡ്രോളൈസ് ദെയർ GTP. അവരുടെ GTP അവർ ഹൈഡ്രോളൈസ് ചെയ്ത് GDP പ്ലസ് ഇനോർഗാനിക് ഫോസ്ഫേറ്റായി കൺവേർട്ട് ചെയ്ത് മാറും. അപ്പോൾ എപ്പോഴാണോ ഈ പെപ്റ്റൈഡിനെ എടുത്ത് ട്രാൻസ്ലക്കോൺ ചാനലിലേക്ക് വെക്കുന്ന ആ സമയത്ത് ഈ പ്രോസസ്സ് കംപ്ലീറ്റഡ് ആയിക്കഴിഞ്ഞാൽ it leads to the detachment of SRP from SRP receptor and later they hydrolyzes their GTP. അപ്പോൾ ഇവിടെ നടക്കുന്ന നോക്കാം നമുക്ക്. ട്രാൻസ്ലക്കോൺ ചാനലിന് അകത്തേക്ക് എന്ത് വരുന്നു, സിഗ്നൽ സീക്വൻസ് വരികയാണ്. പക്ഷേ നോക്കൂ, majority of the proteins does not contain this signal in their original conformation or original ഫോമിലേക്ക് ഒറിജിനൽ സ്ട്രക്ചറിലേക്ക് പ്രോട്ടീൻ മാറുന്ന സമയത്ത് അല്ലെങ്കിൽ ഒറിജിനൽ പ്രോട്ടീനിൽ ഈ സിഗ്നൽ പെപ്റ്റൈഡിൻ്റെ പ്രസൻസ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല ജനറൽ കണ്ടീഷൻ. കാരണം ഈ സിഗ്നൽ സീക്വൻസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്
ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രോട്ടീനെ ER-നകത്തേക്ക്, സെക്രീറ്ററി പ്രോട്ടീനെ ER-നകത്തേക്ക് ഡിറക്റ്റ് ചെയ്യാന്ന് മാത്രമാണ് ഇവരുടെ ഫംഗ്ഷൻ. അങ്ങനെ ഡിറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെംബ്രെയിനിൽ ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു എൻസൈം സിഗ്നൽ പെപ്റ്റിഡേസസ് suddenly cleaves the N-terminal signal sequence. N-terminal signal sequence ഇവർ പെട്ടെന്ന് തന്നെ ക്ലീവ് ചെയ്യുന്നു. പിന്നെ അകത്തേക്ക് വരുന്നത് ഒറിജിനൽ പ്രോട്ടീൻ എന്താണോ പ്രോട്ടീനായി മാറേണ്ടത്, എന്താണോ ഫംഗ്ഷനിങ് യൂണിറ്റായി മാറേണ്ടത്, ആ യൂണിറ്റ് മാത്രമായിരിക്കും അകത്തേക്ക് വരിക. അകത്തേക്ക് വന്നാൽ ദേ ഫോൾഡഡ് ടു ഫ്രോം ദെയർ നേറ്റീവ് കൺഫർമേഷൻ, അതിൻ്റെ കൺഫർമേഷനിലേക്ക് അത് മാറുന്നു. അപ്പോൾ ഒറിജിനൽ ഫംഗ്ഷനിങ് ആയിട്ടുള്ള പ്രോട്ടീനിൽ നമുക്ക് സിഗ്നൽ സീക്വൻസ് കാണാൻ പറ്റുമോ വെച്ചാൽ ജനറൽ കണ്ടീഷനിൽ പറ്റില്ല, എക്സെപ്ഷണൽ കണ്ടീഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് അവരിങ്ങനെ ജനറലൈസ്ഡ് കണ്ടീഷനിൽ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ സിഗ്നൽ പെപ്റ്റൈഡ് വുഡ് നോട്ട് ബി ദെയർ. ഇനി എങ്ങനെയാണ് പോകുന്നത് ചോദിച്ചാൽ സിഗ്നൽ പെപ്റ്റൈഡേസസ് ആർ ദെയർ ഓൺ ദി മെംബ്രെയിൻ വിച്ച് ക്ലീവ്സ് ദി N-terminal signal sequence. അപ്പോൾ നമ്മളുടെ സെക്രീറ്ററി പ്രോട്ടീൻ ഇതാ ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ അകത്തേക്ക് എത്തിയിരിക്കുകയാണ്. This is how the secretory proteins gets transported inside the endoplasmic reticulum lumen. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് സിഗ്നൽ സീക്വൻസിലെ ഹൈഡ്രോഫോബിക് റെസിഡ്യൂസ് 6 to 12 വെരി ഇമ്പോർട്ടൻറ്റ് ഹൈഡ്രോഫോബിക് റെസിഡ്യൂസ്. ആൾസോ SRP റിസപ്റ്റർ, എപ്പോഴാണ് ഇവർ GTP ബൈൻഡ് ചെയ്യുന്ന പോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത്ര മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലർ സെക്രട്ടറി പ്രോട്ടീനെ ER-നകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുന്നത്.